മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച കോമഡി താരങ്ങളാണ് കൊച്ചിൻ ഹനീഫയും മണിയൻപിള്ള രാജുവും. കൊച്ചിൻ ഹനീഫയുമായി ഉണ്ടായിരുന്ന സൗഹൃദത്തെക്കുറിച്ചും മുൻപ് സിനിമയിൽ ചാൻസ് തേടി നടന്നിരുന്ന സമയത്തെ അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് മണിയൻപിള്ള രാജു ഇപ്പോൾ. കൊച്ചിൻ ഹനീഫ മരിച്ച സമയത്ത് അന്ന് മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ച് മണിയൻപിള്ള രാജു കരഞ്ഞിരുന്നു. ഇപ്പോൾ താരം ഹനീഫയുമൊത്തുള്ള ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത്. ചാൻസ് അന്വേഷിച്ച് ലോഡ്ജിൽ താമസിക്കുന്ന സമയത്ത് അപ്പുറത്തെ മുറിയിൽ ഹനീഫയുമുണ്ട്. ഞാൻ അന്നും കൃത്യമായി ഭക്ഷണം കഴിക്കും. പൈസ ഇല്ലാത്തത് കൊണ്ട് ചന്ദ്രമോഹൻ ഹോട്ടലിൽ തമ്പി കണ്ണന്താനം അക്കൗണ്ട് ഉണ്ടാക്കി തന്നിരുന്നു. ഞാൻ രാവിലെ പോയി 4 ഇഡ്ഡലി കഴിക്കും. 40-50 പൈസ ഒക്കെയേ അന്ന് ആകുള്ളൂ. നല്ല ഊണിന് 1.5 രൂപയാകും. ഞാൻ 1 രൂപയുടെ ജനതാ മീൽസാണ് കഴിച്ചിരുന്നത്, ഒരു കൂറ അലൂമിനിയം പാത്രത്തിൽ. അത് നാണക്കേടായി തോന്നിയപ്പോൾ ഞാൻ ഊണ് നിർത്തി ഉച്ചയ്ക്കും ഇഡ്ഡലിയാക്കി. ഹനീഫയുടെ ഭക്ഷണം പെറോട്ടയായിരുന്നു. ഉച്ചയ്ക്ക് 5 പെറോട്ട വാങ്ങിക്കും, ഒരു ഡബിൾ ബുൾസയും. പുള്ളി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചേർത്ത് ബ്രഞ്ചാണ് കഴിച്ചിരുന്നത്. അന്നാണ് ഞാൻ ആ വാക്ക് ആദ്യമായി കേൾക്കുന്നതും. ഒരിക്കൽ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ചന്ദ്രമോഹൻ ഹോട്ടൽ അടച്ചിട്ട സമയം വന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസയുമില്ല. വിശപ്പും സഹിക്കാൻ വയ്യ. ഞാൻ ഹനീഫയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഹനീഫെ, എന്തെങ്കിലും പൈസയുണ്ടോ, എനിക്ക് ഭക്ഷണം കഴിക്കാനാണ് എന്ന്. ഹനീഫ ഒരു കൂർക്കൻ്റെ അകത്ത് നിന്ന് 10 രൂപ എടുത്തു തന്നു. ഞാൻ പോയി ഭക്ഷണം കഴിച്ചു വന്നു. ഉച്ചഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ഹനീഫ അവിടെയുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ലേ എന്ന് ഞാൻ ഹനീഫയോട് ചോദിച്ചു. ഇന്നെന്തോ സുഖമില്ല, കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം കണ്ടപ്പോഴും ഞാൻ ചോദിച്ചു, ഒന്നും കഴിച്ചില്ലേ എന്ന്. ഇല്ലടാ, എൻ്റെ അവസാനമുണ്ടായിരുന്ന 10 രൂപയാണ് ഞാൻ തനിക്കെടുത്ത് തന്നത് എന്ന് ഹനീഫ പറഞ്ഞു. അങ്ങനെയൊരാൾ മരിക്കുമ്പോൾ കരയാതിരിക്കാനാകുമോ എന്നാണ് മണിയൻപിള്ള രാജു ചോദിക്കുന്നത്. തൻ്റെ 59-ാം വയസ്സിൽ 2010 ഫെബ്രുവരി 2-നാണ് കൊച്ചിൻ ഹനീഫ മരിക്കുന്നത്. നടനു പുറമെ തിരക്കഥാകൃത്തായും സംവിധായകനായും അദ്ദേഹം സിനിമയിൽ പ്രതിഭ തെളിയിച്ചിരുന്നു.